നമസ്കാരം. പ്രധാന വാർത്തകൾ. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള ജനവിധി അവസാന മണിക്കൂറിൽ പോളിംഗ് 60% പിന്നിട്ടു. രാവിലെ മുതൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക്. അനിഷ്ട സംഭവങ്ങളില്ല. പലയിടത്തും യന്ത്ര തകരാർ. വോട്ടെടുപ്പിൽ പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. വിജയം ഉറപ്പെന്ന് പ്രതികരണം. പോളിംഗ് ശതമാനം അന്തിമമാകുന്നതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. ജനവിധിയുടെ അവസാന നിമിഷങ്ങൾ. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള ജനവിധി അവസാന മണിക്കൂറിൽ പോളിംഗ് 60% പിന്നിട്ടു. രാവിലെ മുതൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് ദൃശ്യമായത്. രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാർ ബൂത്തിലെത്തി തുടങ്ങിയിരുന്നു. 2.71 കോടി വോട്ടർമാർ 883 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5000 ബൂത്തുകൾ കൂടുതലാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. ഒരു ബൂത്തിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമാണുള്ളത്. പോളിംഗ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നണികൾ. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തുണ്ടായിരുന്നു. കന്നി വോട്ടർമാരെ മധുരം നൽകിയാണ് സ്വീകരിച്ചത്. വൈകിട്ട് 6 മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പോളിംഗ്. മോക്ക് പോളിംഗിനിടെ പലയിടത്തും വോട്ടർ മെഷീൻ തകരാറിലായിരുന്നു. മെഷീനിലെ പ്രശ്നം പരിഹരിച്ച ശേഷമാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത്. ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പണിമുടക്കി. മോക്ക് പോളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. VVPAT മെഷീനുകൾ മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നു. മേഖലയിൽ പലയിടത്തും യന്ത്ര തകരാർ ഉണ്ടായെങ്കിലും പരിഹരിച്ച് പോളിംഗ് വീണ്ടും പുനരാരംഭിച്ചു. വോട്ടിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ താരതമ്യേന നല്ല തിരക്കാണ് പല ബൂത്തുകളിലും കാണാനായത്. കനത്ത വെയിലിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വോട്ടർമാർ രാവിലെ തന്നെ ബൂത്തുകളിൽ എത്തിയത് എന്നാണ് വിലയിരുത്തൽ. സുശക്തമായ പോലീസിനെ പലയിടത്തും വിന്യസിച്ചിരുന്നു. അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്രസേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6:30യോടെയാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത്. വരി നിന്ന 3ാമത്തെ വോട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. BJPയുടെ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സർപ്രൈസ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം കൊടുത്തു എന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ശോഭയെപ്പോലെയുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണെന്നും അത്തരം ചെപ്പടി വിധിയൊന്നും ഇവിടെ വിലപ്പോകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ പാർലമെന്റിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലേ, കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും.
എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. 9 മുതൽ അവിടെ വിരിയുന്നുണ്ട്, താമരയല്ല. ഇതുവരെ കോർപ്പറേഷനിൽ വിരിഞ്ഞ എത്ര വർഷമായിട്ട് വിരിയുന്നില്ല കോർപ്പറേഷനിൽ? ഞങ്ങൾ പോലും വിരിഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ. അതൊക്കെ ജനങ്ങളുടെ നിശ്ചയമാണ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ജയിച്ചു കഴിയുമ്പോൾ അതിന് അന്യായമായ ന്യായം പറഞ്ഞ് വരരുത്. ഇല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ മെനിഞ്ഞാന്നത് മണലൂരുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടിക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി മുന്നേറ്റമുണ്ടാവും. അപ്പോൾ ആ വ്യക്തികളെ ഹത്യ ചെയ്ത് ഇല്ലാതാക്കുക. ഞാൻ ഫ്രം ഡേ 1 ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷയം നിങ്ങൾ കൊണ്ടുവന്നു, അദ്ദേഹം തന്നെ പൊളിച്ചടുക്കിയില്ലേ? സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിൽ കീറി തന്നില്ലേ? അതെല്ലാം തരണം ചെയ്ത് എൻ്റെ റിസൾട്ട് പോലും ആ കളക്ടർ അനൗൺസ് ചെയ്തെങ്കിൽ ഇപ്പോഴും കോടതിയിൽ പോവുമല്ലേ? അപ്പോൾ ഇപ്പം ശോഭ ജയിച്ച് വന്നു കഴിഞ്ഞ് MLA ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കരുത്. അന്നും കോടതിയിൽ പോകാൻ വേണ്ടി ഇപ്പോഴേ ഒരു തുണ്ട് അവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഒരു തുണ്ട് മാത്രമാണത്. തുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എടുത്തോളൂ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിന് ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നതെന്നും ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. രാവിലെ വോട്ട് ചെയ്തു, എൻ്റെ സ്വന്തം വോട്ട് രേഖപ്പെടുത്തി, എല്ലാ ബൂത്തുകളിലും പോയി. വളരെ ആവേശത്തിലാണ് ജനങ്ങൾ. പരമാവധി ക്യൂ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ എരമംഗലം ALP സ്കൂളിലെ 214 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ പാർവതിയും ഒപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് PT അജയ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കേരള ജനത വെറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ പ്രതികരണം വോട്ടായി പ്രകടമാകുമെന്നും അദ്ദേഹം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കേസ്, കരുവന്നൂർ ബാങ്ക് കേസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങളും വിവാദങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ UDFന് അനുകൂലമായ വോട്ട് ചലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ കുന്നംകുളം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി വോട്ട് ചെയ്തു. ഇനി കുന്നംകുളത്തേക്ക് പോവുകയാണ്. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100-ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ട്. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനടക്കം കക്കാൻ ശ്രമിച്ചവർ, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരുവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDFനെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെട്ടു. ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BDJSലെ KR റെജിൽ കടവല്ലൂർ പഞ്ചായത്തിലെ 43 നമ്പർ ബൂത്തായ അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 7 മണിക്ക് തന്നെ സഹധർമ്മിണി ദീപികയോടൊപ്പം ബൂത്തിലെത്തിയ റെജിൽ അരമണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതെന്നും ചുരുങ്ങിയ പ്രചരണ സമയമാണ് ലഭിച്ചതെങ്കിലും മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിജയസാധ്യത കയ്യെത്താ ദൂരത്തിലല്ല എന്ന ആത്മവിശ്വാസവുമുണ്ടെന്ന്
ഉറപ്പാണെന്ന് റിജിൽ CCTVയോട് പറഞ്ഞു. കുന്നംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ NDA നിർണായക ശക്തിയായി മാറുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ ഒപ്പമാണല്ലോ എന്നും അവരൊപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. ഒരു സമയത്ത് നോട്ട് ചെയ്യാൻ പോലല്ല, ഇത് പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവരൊപ്പം നിൽക്കുമ്പോൾ സാധാരണക്കാരനായിട്ട് തന്നെ ഫീലായി. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6 മണിയോടെ കുടുംബസമേതമാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വരുന്നെന്ന 5ാമത്തെ വോട്ടാണ് ഇവർ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ LDFന് തുടർ ഭരണം ഉറപ്പാണെന്നും ഇവർ പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയും ഒരു തുടർ ഭരണത്തിന് ഈ കേരള ജനത വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് വീണ്ടും കേരള ഭരണം നിലനിർത്തും. നാടിൻ്റെ നന്മയ്ക്കും ജനക്ഷേമ വികസനങ്ങൾക്കും ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ തൊട്ടറിഞ്ഞ് ഈ സർക്കാർ വീണ്ടും കേരളത്തിൽ തുടർ ഭരണം വരും. എല്ലാവർക്കും വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കവിയും സാഹിത്യകാരനും തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി മണ്ഡലത്തിലെ 118 നമ്പർ പോളിംഗ് സ്റ്റേഷനായ ആലങ്കോട് പന്താവൂർ ജനതാ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. ജനങ്ങൾ മാറ്റത്തിനും വികസനത്തിനുമുള്ള വിധി രേഖപ്പെടുത്തുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. തീർച്ചയായും ഇത്രയും സുതാര്യമായും ഇത്രയും കൃത്യതയോടുകൂടിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ പോലെ വേറെയില്ല. വിശേഷം കേരളം. വളരെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളാണ് കേരളത്തിലെ വോട്ടർമാർ. ഞാൻ ഓർമ്മ വെച്ചാൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്ക് ഒരു വോട്ടും പാഴാക്കാതെ കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവിടെ നിന്ന് രാവിലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യം വിജയിക്കണം. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ അതിൻ്റെ ചിട്ടയോടും അതിൻ്റെ നിയമത്തിനനുസരിച്ചും പ്രവർത്തിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ യഥാർത്ഥമായ വിജയമായിരിക്കും ഉണ്ടാവുക. ഞാനും അതിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലം തുടർച്ചയായ 5 തവണയും LDF വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി NK അക്ബർ പറഞ്ഞു. ചാവക്കാട് വുമൺസ് ഇസ്ലാമിക് കോളേജ് 147 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടത് ഭരണ തുടർച്ച ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്ര വിജയം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്തരം ഒരു നല്ല അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഗുരുവായൂരിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി LDF വിജയിക്കും. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും അധികാരത്തിൽ വരും, വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി. അതാണ് ഇന്ന് കാണുന്ന ട്രെൻഡ് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ് പറഞ്ഞു. കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 191 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും അത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും 2 പതിറ്റാണ്ടായി തുടരുന്ന LDF മേധാവിത്വം അവസാനിപ്പിക്കാനും ഒരു മാറ്റത്തിനായും ജനം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശതമാനം UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. പോളിംഗ് ആരംഭിച്ചു. ഇപ്പോൾ എല്ലായിടത്തും തലമുറ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ 100% ഇത്തവണ UDF ഈ സീറ്റ് തിരിച്ചു പിടിക്കും. മാത്രമല്ല കേരളവും UDF അധികാരത്തിൽ വരുന്നതിനുള്ള ഭൂരിപക്ഷം നേടുന്നതിനുള്ള എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആഘാതമുണ്ട്. അതിനൊക്കെ പരിഹാരമെന്നോടാണ് കേരളത്തിലെ ജനത UDFനോട് പിന്തുണച്ച് ഇന്ന് ഈ ജനവിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണ
UDF തിരിച്ചു പിടിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഇവിടെ വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ UDF ഈ സീറ്റ് തിരിച്ചു പിടിക്കും. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി രാവിലെ തന്നെ ഓട്ടുപാറ വില്ലേജ് ഓഫീസിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി PN വൈശാഖ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിലും കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പനങ്ങാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടർഭരണം ഉറപ്പുവരും എന്ന നിലയിലുള്ള സാഹചര്യമാണ് കേരളത്തിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതിനാവശ്യമായ എല്ലാ സാഹചര്യവുമുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും എന്നത് ഉറപ്പാണ്. തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം വോട്ട് രേഖപ്പെടുത്തി. തന്റെ വീടിനടുത്തുള്ള ബൂത്തിൽ അതിരാവിലെ തന്നെ എത്തിയ അദ്ദേഹം ബൂത്തിലെ ആദ്യ വോട്ടർമാരിൽ ഒരാളായാണ് വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം വിജയപ്രതീക്ഷ പങ്കുവച്ചു. ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തി ഈ പോരാട്ടത്തിൽ ഒന്നാമനായി തന്നെ ഫിനിഷ് ചെയ്യും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം ഇക്കുറി തൃത്താലയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്നും മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃത്താല. LDFന് വേണ്ടി സിറ്റിംഗ് MLAയും മന്ത്രിയുമായ MB രാജേഷും UDFന് വേണ്ടി VT ബൽറാമുമാണ് നേർക്കുനേർ പോരാടുന്നത്. BJPക്ക് വേണ്ടി V ഉണ്ണികൃഷ്ണനും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടുകൾക്കാണ് ബൽറാം പരാജയപ്പെട്ടത്. ഇക്കുറി ഭരണവിരുദ്ധ വികാരവും വ്യക്തിപരമായ ബന്ധങ്ങളും തുണയ്ക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. തവനൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ KT ജലീൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ വളാഞ്ചേരി മൂച്ചിക്കൽ കട്ടിപ്പുരുത്തി റോഡിലുള്ള GM LP സ്കൂളിലെ 164 നമ്പർ ബൂത്തിൽ ഭാര്യയോടൊപ്പം എത്തിയാണ് ഡോക്ടർ ജലീൽ വോട്ട് രേഖപ്പെടുത്തിയത്. വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം ഇടത് ഭരണം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. ഇവിടെ നിന്ന് മുൻപൊന്നും ഇല്ലാത്ത വിധം ഉജ്ജ്വല വിജയമായിരിക്കും LDF നേടാൻ വേണ്ടി പോകുന്നത്. 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇതുവരെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം LDF നേടിയിട്ടുള്ളത്. ആ 4 എന്ന് പറയുന്ന നമ്പർ ഇത്തവണ വർദ്ധിക്കും. ഏറ്റവും ചുരുങ്ങിയത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഒരൊറ്റ പഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തുകളും UDF ആയിരുന്നു. അന്ന് 8,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു UDFന്. ഇപ്പോൾ അത് 9,000 ഭൂരിപക്ഷമാണ്. അതിനെയൊക്കെ മറികടക്കും. കാരണം ആളുകൾ ഓരോരുത്തരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കുക. അത് എല്ലാവർക്കും ബോധ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തവനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ 126 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വെള്ളിമുറ്റത്തെ വെണ്ടേക്കും പൊട്ടി അംഗൻവാടിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും തവനൂർ മണ്ഡലത്തിൽ UDF ഉജ്ജ്വല വിജയം നേടുമെന്നും മലപ്പുറം DCC പ്രസിഡന്റ് കൂടിയായ VS ജോയ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മാർജിനിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറും. 100-ലധികം സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ 100 മേനി വിജയം മലപ്പുറം ജില്ലയിലുണ്ടാവും. 16 സീറ്റ് മലപ്പുറം ജയിക്കും. തവനൂരിലും ഐക്യജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും തവനൂരിന്റെ ചരിത്രം ഞങ്ങൾ തിരുത്തി കുറിക്കും. തവനൂർ നമ്മൾ തൂക്കും. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV അബ്ദുൾ നാസർ പരൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ ഈസ്റ്റ് പാർട്ട് 26 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സാഹിത്യകാരൻ ഹക്കീം വെളിയത്തിനൊപ്പമാണ് എത്തിയത്.
തൃശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റമുണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ബ്ലാങ്ങാട് PVLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസക്കാലം നീണ്ട പ്രചരണത്തിനൊടുവിൽ LDFന് അനുകൂലമായ തരംഗമാണ് ആഞ്ഞടിക്കുന്നതെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം തൃശ്ശൂർ 13 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന് മികച്ച വിജയപ്രതീക്ഷയാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വളരെ സജീവമായ ക്യാമ്പയിനിന് ശേഷം 13 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാർ ആവേശത്തോടെ LDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ സന്ദർശനം നടത്തി. രാവിലെ തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് രവീന്ദ്രൻ മാഷ് മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനായി എത്തിയത്. മണ്ഡലപരിധിയിലുള്ള അരിമ്പൂർ, മണലൂർ, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, വാടാനപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലും ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുമുള്ള ബൂത്തുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ സന്ദർശനം. വിവിധ ബൂത്തുകളിലെത്തി പോളിംഗ് ഉദ്യോഗസ്ഥരോട് വോട്ടിംഗിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ ശേഷമാണ് രവീന്ദ്രനാഥ് മടങ്ങിയത്. ഇതിനിടെ പാർട്ടി പ്രവർത്തകരോട് വോട്ടർമാരെ പോളിംഗിന് എത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥി നൽകി. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് മാഷ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിനുള്ള വിധിയെഴുത്തായി വോട്ടെടുപ്പ് മാറും. ഇടതുമുന്നണി പ്രതീക്ഷിച്ചതിലും വലിയ വിജയമുണ്ടാകുമെന്നും രവീന്ദ്രൻ മാഷ് കൂട്ടിച്ചേർത്തു. നല്ല ഭൂരിപക്ഷം കേരളത്തിൽ തുടർ ഭരണത്തിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടർ ഭരണത്തിനുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ്. ഇതുവരെ നടന്ന പ്രചരണത്തിലും അതിനെ തുടർന്നുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിലും വളരെ വ്യക്തമായി കാണുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. അങ്ങനെ കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകും. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെ ജനലിൽ പതിച്ചിരുന്ന പോസ്റ്ററാണ് കീറിയത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ദൃശ്യം പകർത്താൻ എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറിയതോടെ പുറത്ത് മാധ്യമപ്രവർത്തകർ തിരക്ക് കൂട്ടുകയായിരുന്നു. ഇതിനിടെയാണ് ജനലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ കീറി ചില മാധ്യമപ്രവർത്തകർ ദൃശ്യം പകർത്തിയത്. പോളിംഗ് ബൂത്തിനകത്ത് ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണാതിരിക്കാനാണ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ എയ്യാൽ അങ്കൺവാടിയിലെ 151 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പത്നി ആനന്ദവല്ലിയോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുന്ന കാര്യം. എല്ലാവർക്കും നമസ്കാരം.
മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സഹധർമ്മിണി സാറാമയും UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ PK ദേവദാസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ ബംഗാളിലെ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇടതുമുന്നണിക്ക് സംഭവിക്കുക എന്നും 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് UDF ഭരണത്തിൽ വരുമെന്നും ജോസഫ് ചാലിശ്ശേരി CCTVയോട് പറഞ്ഞു. ഭരണമാറ്റം ഇടതുമുന്നണി പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFിൻ്റെ MLA-മാരാകുമ്പോൾ അതിലൊരാൾ നിർബന്ധമായും കുന്നംകുളം പ്രതിദാനം ചെയ്യുന്ന ശ്രീ PT അജയ് ശ്രീ അജയ് മോഹനുള്ള ജനസ്വീകാര്യത അത്രയും വലുതാണ്. 10 വർഷം CPM-ൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ഭരണം CPM അനുഭാവികൾക്ക് പോലും അസഹ്യമായി തുടങ്ങി. അവരിപ്പോൾ ഓർക്കുന്നത് 10-32 വർഷക്കാലം ഭരണം നടത്തിയ വെസ്റ്റ് ബംഗാളിൽ CPM നാമാവശേഷമായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ വെസ്റ്റ് ബംഗാളില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഭരണത്തിൻ്റെ സ്വാധീനത, ഭരണത്തിൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം ഇതൊക്കെ വെച്ച് പുലർത്തി പോകുമ്പോൾ ജനങ്ങൾ നാഗന്നു പോകുന്നു എന്നൊരു ധാരണ CPM അനുകൂലികൾക്ക് പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരിൽ എല്ലാ വിഭാഗം ജനങ്ങൾ, കോൺഗ്രസ് മാത്രമല്ല CPM-ൻ്റെയും മറ്റു പാർട്ടികളുടെയും അനുഭാവികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പോർക്കുളം പഞ്ചായത്തിലെ 32-ാം ബൂത്തിൽ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെ തന്നെ ഈ ജനവിധിയും ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘട്ടമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും മതേതരത്വവും സൌഹൃദവും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എപ്പോഴും പോലെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, മതേതരത്വം, അതുപോലെ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ ഉള്ളത്. അത് നിർവഹിക്കുന്നു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ കടവല്ലൂർ പഞ്ചായത്തിലെ CM-LP സ്കൂളിലെ 35-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരണത്തിൽ എത്തേണ്ടതെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇതെന്നും എല്ലാവരും പരമാവധി അത് വിനിയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പുതിയ തലമുറ വോട്ടെടുപ്പിൽ നിന്ന് പിന്തിരിയുന്ന പ്രവണത സത്യമായി തീരാതിരിക്കണമെന്നും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെ എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നും ഹരിനാരായണൻ പറഞ്ഞു. അറിയാം, ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുകയാണ് നമ്മുടെ സംസ്ഥാനം. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിൽ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാനം വിനിയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു, ആളുകൾ പലപ്പോഴും ഒരു പുതിയ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഒരു വിമുഖത വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളത്. അത് സത്യമാവാതിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതത്രയും വിലയുള്ളൊരു കാര്യമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മുടെ നാട് ചലിപ്പിക്കാൻ കഴിയുന്നവർക്ക് നൽകുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അത് സംഭവിക്കട്ടെ. എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവട്ടെ. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി ചലച്ചിത്ര താരം ഇർഷാദ്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ ഇർഷാദ് രാവിലെ 10 മണിയോടെയാണ് തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര ALP സ്കൂളിലെ 48-ാം നമ്പർ ബൂത്തിലായിരുന്നു താരത്തിന്റെ വോട്ട്. നടന്റെ തറവാട് വീടിന് തൊട്ടുമുന്നിലുള്ള പോളിംഗ് ബൂത്തിൽ സഹോദരൻ നാസറിനൊപ്പമാണ് ഇർഷാദ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. താരപ്പകിട്ടില്ലാതെ
തനി നാട്ടിൻപുറത്തുകാരനായി വോട്ട് ചെയ്യാനെത്തിയ ഇർഷാദുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വോട്ട് രേഖപ്പെടുത്താനെത്തിയ പ്രദേശവാസികളായ വോട്ടർമാരും സൗഹൃദം പങ്കുവച്ചു. എല്ലാവരോടും കുശലം പറഞ്ഞും വീട്ടുവിശേഷങ്ങൾ ആരാഞ്ഞും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ അല്പസമയം ചെലവഴിച്ച ശേഷമാണ് ബൂത്തിലെത്തി ഇർഷാദ് വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും താരം പറഞ്ഞു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ സമയത്ത് പറയാൻ പാടില്ല, പക്ഷേ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വികസനവും ജനനന്മയും മനസ്സിലുണ്ടാകണമെന്നും ഇർഷാദ് കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നിന്നാണ് ഇർഷാദ് വോട്ട് രേഖപ്പെടുത്താനായി നാട്ടിലെത്തിയത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഈ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല, പക്ഷേ വികസനത്തിൻ്റെയോ നാടിൻ്റെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വോട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. രാവിലെ 7 മണിക്ക് തന്നെ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തമാണ് മണ്ഡലത്തിൽ ഉടനീളം ദൃശ്യമായത്. വരികളിൽ തിരക്കും അനുഭവപ്പെട്ടു. കടുത്ത വേനൽ ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്താനായി മുതിർന്ന പൌരന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ 7 മണിക്ക് മുമ്പ് തന്നെ ബൂത്തുകളിൽ എത്തിത്തുടങ്ങിയിരുന്നു. 8 മണിയായപ്പോഴേക്കും പല പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായി. മോക്ക് പോളിംഗിന് ശേഷം ചില ബൂത്തുകളിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും നിലവിൽ പോളിംഗ് സുഗമമായി നടക്കുകയാണ്. ചൂട് കണക്കിലെടുത്ത് വോട്ടർമാർക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വരി നിൽക്കുന്നവർക്കായി എല്ലാ ബൂത്തുകളിലും പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ദാഹമകറ്റാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം സജ്ജമാണ്. മുതിർന്ന പൌരന്മാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ബൂത്തുകളിലെത്താൻ വീൽചെയറുകളും സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളം ടൗണിലും സമീപ പഞ്ചായത്തുകളിലും പോലീസ് കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കാണപ്പെടുന്ന വോട്ടർമാരുടെ വലിയ നിര മണ്ഡലത്തിലെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ചാവക്കാട് തീരമേഖലയിൽ പോളിംഗ് സമാധാനപരമായി തുടരുന്നു. വോട്ടിംഗ് ആരംഭിച്ചതു മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സ്ത്രീകളുടെ വലിയ നിര തന്നെ പല ബൂത്തുകളിലും കാണാമായിരുന്നു. ചില ബൂത്തുകളിൽ മോക്ക് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മെഷീൻ തകരാർ സംഭവിച്ചു. 179 നമ്പർ ഇരട്ടപ്പുഴ, 141 നമ്പർ LFG ഹൈസ്കൂൾ, മമ്മിയൂർ, 172 ALP ബ്ലാങ്ങാട് എന്നിവിടങ്ങളിലാണ് മോക്ക് പോളിന്റെ തുടക്കത്തിൽ തകരാർ കാണിച്ചത്. ഉടൻ തന്നെ അത് പുനഃസ്ഥാപിച്ചു. വോട്ടിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വൻ തിരക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കണ്ടാണിശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ബൂത്തുകളിലാണ് രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിരയാണ് ഓരോ പോളിംഗ് കേന്ദ്രത്തിന് മുന്നിലും ദൃശ്യമായത്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചത് മുതൽ ഉണ്ടായ തിരക്ക് ഏകദേശം 11:30 വരെ തുടർന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണലൂരിൽ 3 മുന്നണികളും തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത്. ഇതാണ് വോട്ട് രേഖപ്പെടുത്താൻ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമായത് എന്നാണ് കരുതുന്നത്. മേഖലയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുകയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും വിവിപാറ്റ് മെഷീനിലെ സാങ്കേതിക പിഴവും തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമായതായി ആക്ഷേപമുണ്ട്. കുന്നംകുളത്ത് 2 ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചയുടൻ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഇതേ തുടർന്ന് ഈ ബൂത്തുകളിൽ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. ബൂത്ത് നമ്പർ 101 ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ മെഷീൻ തകരാർ സംഭവിക്കുകയായിരുന്നു. മോക്ക് പോൾ നടപടികൾ നേരത്തെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് മെഷീൻ പുതിയത് സ്ഥാപിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. മോക്ക് പോൾ പൂർത്തിയായെങ്കിലും സാങ്കേതിക തകരാർ മൂലം വോട്ടിംഗ് ആരംഭിക്കാൻ ചിലയിടത്ത് സാധിച്ചില്ല. തകരാർ പരിഹരിച്ച് പിന്നീട് വോട്ടിംഗ് പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. ഹക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. രാവിലെ നടത്തിയ മോക്ക് പോളിംഗിൽ യന്ത്ര തകരാർ കണ്ടെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. 49ാം നമ്പർ ബൂത്തിലും വലിയ തിരക്കും അനുഭവപ്പെട്ടു. വടക്കേക്കാട് പഞ്ചായത്ത് ഞമ്മനേങ്ങാട് ഓൾഡ് ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിച്ചെങ്കിലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ആദ്യം 88ാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിലായി. പിന്നീട് അരമണിക്കൂർ എടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. തുടർന്ന് 87ാം നമ്പർ ബൂത്തിലും തകരാറുണ്ടായി. ഈ സമയങ്ങളിൽ സാമാന്യം നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ യന്ത്ര തകരാറ് മൂലം പല വോട്ടർമാരും തിരിച്ചുപോകുന്ന സാഹചര്യവും ഉണ്ടായി.
വേലൂർ തയ്യൂർ സ്കൂളിലെ 192 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. 35 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് യന്ത്ര തകരാർ പരിഹരിച്ചാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിലെ 82 ബൂത്ത് വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ EV മെഷീൻ തകരാറിലായി. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചെങ്കിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തന്നെ മെഷീൻ തകരാർ കാണിക്കുകയായിരുന്നു. പിന്നീട് 45 മിനിറ്റ് എടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ C ബ്ലോക്കിൽ 158 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതായി ആക്ഷേപം ഉയർന്നു. രാവിലെ 8 മണി മുതൽ 1 മണിക്കൂറോളമായി വരിയിൽ വയോധികരുൾപ്പെടെയുള്ള സ്ത്രീകൾ കാത്തു നിൽക്കുന്നതായും പരാതിയുണ്ടായിരുന്നു. ഇടുങ്ങിയ ക്ലാസ് റൂം വരാന്തയായതിനാൽ കനത്ത ചൂടിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്നതെന്ന് വോട്ടർമാർ പറഞ്ഞു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 149 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 153 വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 157, 159 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളാക്കി. കേന്ദ്ര സായുധ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കിയത്. വേലൂർ പള്ളി സ്കൂളിൽ 204 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതായി പരാതി ഉയർന്നു. 100-ലധികം പേരാണ് ഉച്ചയ്ക്ക് മുൻപ് വരിയിൽ കാത്തുനിൽക്കുന്ന സ്ഥിതിയുണ്ടായത്. 4 മണിക്കൂർ പിന്നിട്ടപ്പോഴും 1123 വോട്ടർമാരിൽ 232 പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നത്. അമ്പത്തിയാറാം വയസ്സിൽ കന്നി വോട്ട് ചെയ്ത എരുമപ്പെട്ടി സ്വദേശി നിഷാർ. പ്രവാസിയായ എരുമപ്പെട്ടി പാമ്പ്ര വീട്ടിൽ നിഷാർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 159 ബൂത്തിലാണ് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. 20ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ ജോലി തേടിപ്പോയ നിഷാറിന് ഒരു തെരഞ്ഞെടുപ്പിലും നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തിയ നിഷാർ അക്ഷയ കേന്ദ്രം വഴിയാണ് വോട്ട് ചേർത്തത്. കന്നി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിഷാർ പറഞ്ഞു. ഭാര്യ സബീനയുടെ ഒപ്പമെത്തിയാണ് നിഷാർ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. സന്തോഷം, ഒരു ഇതും തോന്നി. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു അഭിമാനം എനിക്കിപ്പോഴായത്. കാരണം ഇതുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വോട്ട് രേഖപ്പെടുത്തിയത്. ആ സന്തോഷമുണ്ട്. വലിയ പരിഭ്രമം തോന്നി? അല്ല, അവിടെ വലിയ ഒരു എങ്ങനെയാണ് കുത്തുണ്ടെന്ന് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു. തീർച്ചയായിട്ടും അതെന്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ പ്രവാസി ആയിപ്പോയി. അപ്പോൾ ആ സമയത്ത് വരാനും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വോട്ട് ലിസ്റ്റിൽ പ്രവാസികൾക്കും പേര് ചേർക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഡിസംബറിൽ ഞാനത് അക്ഷയ മുഖാന്തരം അത് ചെയ്തത്. ഇപ്പോൾ ലിസ്റ്റിൽ പേര് വന്നപ്പോൾ എൻ്റെ പേരുണ്ട്. അപ്പോൾ പിന്നെ ഈ യുദ്ധം കാരണം പോകാനും പറ്റിയില്ല. അത് രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ ഈ വോട്ട് വിനിയോഗിക്കാൻ പറ്റി. ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അത് പോകാൻ പറ്റില്ല. ഇനി എത്രയും വേഗം ഈ വോട്ടിൻ്റെതൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നുവരെ ഒരു വോട്ട് പോലും മുടക്കാത്ത 101-കാരൻ കൃഷ്ണൻ ഇത്തവണയും തന്റെ പൗരാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്നു തെളിയിച്ച് ജനാധിപത്യത്തിന്റെ വലിയ സന്ദേശം പകരുകയാണ് ഗുരുവായൂർ സ്വദേശി വലിയപുരയ്ക്കൽ കൃഷ്ണൻ. 85 വയസ്സ് കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നെങ്കിലും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. പോളിംഗ് ബൂത്തിലെത്തിയാൽ എല്ലാവരെയും കാണാമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സഹകരണ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ജയരാജനും മരുമകൾ ഗിരിജയും മുൻ കൗൺസിലർ KP ഉദയനും അദ്ദേഹത്തിന് കൂട്ടായെത്തി. രാഷ്ട്രീയമായ വലിയൊരു പാരമ്പര്യവും കൃഷ്ണനുണ്ട്. പഴയ മലബാറിന്റെ കാലത്ത് കോൺഗ്രസ് പൊന്നാനി താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പാവർട്ടിയിൽ ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ ആ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ മധുരസ്മരണകളും പങ്കുവച്ചു. വോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യ ആവശ്യമാണല്ലോ. വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ പൊന്നാനി താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് പൊന്നാനി.
അതിൻ്റെ ഇടയിൽ പല സാധനങ്ങളും വഹിച്ചിട്ടുണ്ട്. കേളപ്പതി പുരസ്കാരം, ഈ പുരസ്കാരം, പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രധാന നെഹ്റുവേ ആദ്യമായിട്ട് പാവട്ടി വന്നപ്പോൾ ശരിക്കും മാത്രം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് ലീഡറൊന്നുമില്ലല്ലേ നെഹ്റു വന്നപ്പോ അല്ലേ? പാവർട്ടിയിൽ നെഹ്റു വന്നപ്പോഴേ കൃഷ്ണന് മാത്രം സ്പെഷ്യൽ ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്നാണ് അന്നത്തെ കാലത്ത്. 1925 മാർച്ച് 27-നാണ് പാവർട്ടി മരുതയൂർ വലിയപുരയ്ക്കൽ കോരപ്പക്കുട്ടിയുടെ മകനായി കൃഷ്ണൻ ജനിച്ചത്. ഇത്രയും കാലം പിന്നിട്ടിട്ടും ജനാധിപത്യത്തോടുള്ള തൻ്റെ കടമ നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച ആവേശം പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. പോർക്കുളം പഞ്ചായത്തിലെ MKM UP സ്കൂളിലെ 60-ാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാർ, അരമണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 64-ാം നമ്പർ ബൂത്തിലും യന്ത്ര തകരാറുണ്ടായി. 3/4 മണിക്കൂർ വോട്ട് തടസ്സപ്പെട്ടു. ബാറ്ററി മാറ്റിവെച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 141-ാം നമ്പർ ബൂത്തിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് വലഞ്ഞ വോട്ടർമാർ. 100-ലധികം പേർ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വോട്ടിംഗ് യന്ത്രം സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഉയർന്നു. കുന്നംകുളത്ത് NDA മുന്നണിക്ക് വിജയസാധ്യതയുണ്ടെന്ന് സ്ഥാനാർത്ഥി KR റിജിൽ പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ട് നേടാൻ മുന്നണിക്ക് കഴിഞ്ഞു. ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നും 2 മുന്നണികളോടുള്ള വെറുപ്പ് NDAയ്ക്കുള്ള വോട്ടായി മാറുമെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി KR റിജിൽ പ്രതികരിച്ചു. നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് പറയുന്നത് നല്ല സപ്പോർട്ടിങ്. ഈ 2 മുന്നണികളെ വെറുതെയാണ് ജനങ്ങളിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭയിൽ 32,000 വോട്ട് ഇവിടെ BJPക്ക് നേടിയിട്ടുണ്ട്. ഈ ഒരു വികാരം കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞാൽ 100% ജയം ഉറപ്പാണ്. അതിനുള്ള ആ ജനങ്ങളുടെ മനസ്സിൽ സപ്പോർട്ടും ജനങ്ങളുടെ ആ ഒരു പ്രതികരണം അങ്ങനെ നമുക്ക് ഫീലായിരുന്നു. കന്നിവോട്ട് രേഖപ്പെടുത്താൻ കല്യാണപ്പന്തലിൽ നിന്ന് മണവാട്ടി പോളിംഗ് ബൂത്തിലെത്തി. ഇന്ന് വിവാഹം നടന്ന കടപ്പുറം വട്ടേക്കാട് ചേർക്കര പടവിങ്ങൽ ഹൈദ്രോസ് കോയ തങ്ങൾ മകൾ ഫഹ്മിദ ബീവിയാണ് തന്റെ കന്നിവോട്ട് വിനിയോഗിക്കാൻ പിതാവുമായി എത്തിയത്. രാവിലെ വട്ടേക്കാട് 197-ാം ബൂത്തിൽ എത്തിയാണ് തന്റെ കന്നിവോട്ട് വിനിയോഗിച്ചത്. കൂരിക്കോട് സ്വദേശി അൻവറാണ് വരൻ. വടക്കേക്കാട് പഞ്ചായത്തിൽ വയലത്തൂർ AM LP സ്കൂളിൽ 84-ാം ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് മൂലം പോളിംഗ് തടസ്സപ്പെട്ടു. 1 മണിക്കൂറിലേറെയായി യന്ത്ര തകരാറ് പരിഹരിക്കാനാവാത്തതിൽ ആളുകൾ വോട്ട് ചെയ്യാനാകാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതിയുമുണ്ടായി. ചാവക്കാട് നിന്നും ഹാരിസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹാരിസ്, കേവലം 10 മിനിറ്റ് മാത്രമാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ സമയമുള്ളൂ. രാവിലെ തന്നെ നമുക്കറിയാം പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും തിരക്ക് കുറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു. 6 മണി വരെ ക്യൂവിൽ നിൽക്കുന്ന ഒരാൾക്കും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോവാനുള്ള സ്ഥിതിയില്ലാതെ തന്നെ എല്ലാവർക്കും വരിയിൽ നിൽക്കുന്ന ഓരോ പൗരനും വോട്ട് രേഖപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയാണ് ചാവക്കാട് മേഖലയിലെ പോളിംഗ്?
വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി കേവലം 7 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. 6 മണിക്ക് വോട്ടിംഗ് അവസാനിക്കും. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പാണ്. പല ബൂത്തുകളിലും ചില യന്ത്ര തകരാറുകൾ കാരണം വോട്ടെടുപ്പ് അല്പസമയം വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ കൂടി നിയോജക മണ്ഡലത്തിലും വോട്ടിംഗ് അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസ് മാളിയേക്കൽ ചേരുന്നു. ജോസ്, കേവലം 6 മിനിറ്റ് മാത്രമാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാനുള്ളൂ. എന്തായാലും ഇനിയും ഏതെങ്കിലും ബൂത്തുകളിൽ ആളുകളുടെ വരിയുണ്ടോ? ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനാകാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഏതെങ്കിലും ബൂത്തുകളിൽ നിന്ന് ദൃശ്യമാകുന്നുണ്ടോ? എന്താണ് അവസാന നിമിഷത്തിലെ വിവരങ്ങൾ? അവസാന 4 മിനിറ്റ് മാത്രമാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മുടെ ബ്യൂറോ പ്രതിനിധികൾ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. പോളിംഗ് ശതമാനം രാവിലെ മുതൽ തന്നെ വലിയ ഉയർന്ന നിലയിലായിരുന്നു. അതുതന്നെയാണ് എല്ലാ ബൂത്തുകളിൽ നിന്ന് നമുക്ക് ദൃശ്യമായത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ, വയോധികർ ഉൾപ്പെടെയുള്ള വോട്ടർമാർ, അങ്ങനെ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്ന് വേണം വിലയിരുത്താൻ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആ സ്ഥിതി നിന്ന് കുറച്ച് മാറ്റമുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും തിരക്ക് കുറഞ്ഞു. വോട്ടർമാരുടെ എണ്ണം വളരെ കുറഞ്ഞ നിലയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 75.1% പോളിംഗ് എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ കൃത്യമായ കണക്കുകൾ നാളെ രാവിലെയോടുകൂടിയാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വരി നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കൃത്യം 6 മണിക്ക് ഉദ്യോഗസ്ഥർ ഗേറ്റ് പൂട്ടുന്നതായിരിക്കും. അതിനുശേഷം ഒരാളെ പോലും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. അതേസമയം തന്നെ ഗേറ്റിനുള്ളിൽ 6 മണിക്ക് മുൻപ് എത്തിയ എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവും. കേവലം 3 മിനിറ്റ് മാത്രമാണ് ഇനി വോട്ട് അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എരുമപ്പെട്ടിയിൽ നിന്ന് രാധിക ചേരുന്നു. രാധിക, മിനിറ്റുകൾ മാത്രമാണ് ഇനി വോട്ടെടുപ്പ് അവസാനിക്കാനുള്ളത്. നേരത്തെ എരുമപ്പെട്ടി മേഖലയിൽ പല ബൂത്തുകളിൽ നിന്നും യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാവിലെ വലിയ രീതിയിലുള്ള ഒരു ജനസാഗരം പല ബൂത്തുകളിൽ നിന്ന് നമുക്ക് ദൃശ്യമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെയിലിന്റെ ഒരു കാഠിന്യം കൂടിയതോടുകൂടി പലരും വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് എരുമപ്പെട്ടിയിലെ ബൂത്തുകളിൽ നിന്ന് ഇപ്പോൾ ദൃശ്യമാകുന്നത്? മികച്ച പോളിംഗ് നടന്നു എന്നാണോ വിലയിരുത്തുന്നത്? Thank you.
കേവലം 1 മിനിറ്റ് മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാനുള്ളത്. എന്നാൽ എരുമപ്പെട്ടി മേഖലയിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് മൂലം പലപ്പോഴും വോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് 5:30-ക്ക് ശേഷമാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായത് എന്നാണ് രാധിക നൽകിയ വിവരം. എന്തായാലും സംസ്ഥാനത്ത് 75.1% പോളിംഗ് നടന്നു എന്നാണ് അവസാന നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയും പോളിംഗ് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള പോളിംഗ് ശതമാനം നാളെ രാവിലെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. രാവിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിര തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ദൃശ്യമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആളുകളുടെ വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന രീതിയിൽ ചെറിയ ഒരു മാറ്റം വന്നു എന്നാണ് റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മികച്ച പോളിംഗ്, ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയാണ്. മികച്ച പോളിംഗ് നടന്നതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും വിലയിരുത്തുന്നത്. തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിക്കാൻ, ജനാധിപത്യ ഉത്സവമാണ് ഈ ഒരു വോട്ടെടുപ്പ് എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനുള്ള, ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഓരോ വോട്ടർമാർക്കുമുണ്ട്. അത് കൃത്യമായി വിനിയോഗിച്ചു. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ചു. തങ്ങളുടെ 23 ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസം മുന്നണികൾക്കെല്ലാം തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്തായാലും ഇനി ഒരു കാത്തിരിപ്പാണ്. മെയ് 3 വരെയുള്ള കാത്തിരിപ്പ്. ജനം ആർക്കൊപ്പം നിന്നു, ആർക്കാണ് ജനം വോട്ട് ചെയ്തത്, ആരുടെ വികസന പ്രവർത്തനങ്ങളെ, വികസന കോട്ടങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തിയത്. കേരളത്തിൽ 2 ടേമുകളിലായി 10 വർഷമായിട്ട് LDF ആണ് ഭരണം തുടരുന്നത്. ആ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണോ, അല്ലെങ്കിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ തന്നെ വോട്ടിലൂടെ രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ് ഇന്ന്. പ്രധാനപ്പെട്ട ദിവസം. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിധി നിർണയിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണിത്. ഇനി കാത്തിരിപ്പാണ്. മെയ് 3 വരെയുള്ള കാത്തിരിപ്പുണ്ട്. അതിനുശേഷമാണ് ജനങ്ങൾ ആർക്കൊപ്പം നിന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം തെളിയുകയുള്ളൂ. എന്തായാലും 6 മണിയായിരിക്കുന്നു. പല വോട്ടിംഗ് കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥർ ഗേറ്റ് പൂട്ടുന്ന സ്ഥിതിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി ചേരുന്നു. ടോണി, ഇന്ന് ജനാധിപത്യ ഉത്സവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജനങ്ങൾ വിധിയെഴുതിയ ദിവസം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. 6 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് പല ബൂത്തുകളിൽ നിന്നും ദൃശ്യമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ നമ്മൾ ആ സമയം വിലയിരുത്തിയിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വോട്ടർമാരുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ പല ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറവായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിലവിൽ അവസാന നിമിഷത്തിൽ 75.1% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പല ബൂത്തുകളിലും 6 മണിയായിരിക്കുന്നു. എന്നാൽ വോട്ട് യന്ത്ര തകരാർ മൂലം പല വോട്ടിംഗ് കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് അല്പസമയം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവായി ഈ ഒരു വോട്ടിങ്ങിനെ വിലയിരുത്തുന്നത്? രമ്യ, തീർച്ചയായും ജനം വിധിയെഴുതിയിരിക്കുകയാണ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ 2.71 കോടി ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്കാണ് ഇത്തവണ വോട്ടിംഗ് കടക്കുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ പലയിടത്തും കാണാനായി സാധിച്ചിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള പോളിംഗ് ആണ് പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ 74% പോളിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുന്നംകുളത്ത് കഴിഞ്ഞ തവണ ആകെ പോളിംഗ് 76.39% ഇത്തവണ 74.08% ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് അനൗദ്യോഗികമായ കണക്കാണ്. ഔദ്യോഗിക കണക്കിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 68.46% മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ. എന്നാൽ ഇക്കുറി, രമ്യ, നമുക്കറിയാം, അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് 70%-ലധികം പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും അന്തിമമായി പോളിംഗ് ശതമാനം ഇന്ന് രാത്രിയോ നാളെയോ കൂടിയ അന്തിമമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. പലയിടത്തും യന്ത്ര തകരാർ ഉൾപ്പെടെയുള്ളവ കാരണം പോളിംഗ് വൈകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക്
വരുന്ന എല്ലാവർക്കും ടോക്കൺ നൽകിയ ശേഷം അവർക്കും കൂടി വോട്ട് ചെയ്യാൻ സമയം അനുവദിക്കും. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള തിരക്ക്, വലിയ രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നും വ്യാപകമായി നമ്മുടെ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ശക്തമായ തിരക്ക് പലയിടത്തും ഈ സമയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ നാളെ ഏകദേശം ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്കിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം 75.01 വന്നിരിക്കുന്നു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത് അനുസരിച്ച് 90% പോളിംഗ് ഉയരാനായിട്ടുള്ള സാധ്യത അദ്ദേഹം പറയുന്നു. നമുക്കറിയാം 15 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഐക്യ കേരള പിറവിക്ക് ശേഷം നടന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോളിംഗ് വന്നത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലാണ്. 1964 തെരഞ്ഞെടുപ്പിൽ 85.72% പോളിംഗ് ആണ് ഉണ്ടായത്. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും 80% മുകളിൽ വന്നിട്ടില്ല. 87 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 80% അടുത്ത് വന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2016 തെരഞ്ഞെടുപ്പിൽ 77.35% ആകെ പോളിംഗ്. 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 76% ആകെ പോളിംഗ് ഉണ്ടായത്. 2011 തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പിൽ 75.26% പോളിംഗ്. എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ആരെ തുണയ്ക്കും, ആരെ അത് തളർത്തും എന്നെല്ലാം ഉള്ള രാഷ്ട്രീയ ചർച്ചകൾ തീർച്ചയായും വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിൽ സജീവമായി ഉണ്ടാകും. വോട്ടിംഗ് ശതമാനം ഉയർന്നത് അത് ആരെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക, ഗുണപ്രദമായി അത് വിനിയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിന് ഗുണഭോക്താവ് ആരായിരിക്കും സംബന്ധിച്ചുള്ള പരമ്പരാഗതമായ ഇക്വേഷൻസ് എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. തീർച്ചയായും അത് ഏതിന്റെ സൂചനയാണ്, എങ്ങനെയായിരിക്കും എന്നെല്ലാം നമുക്ക് തീർച്ചയായും മെയ് 4 മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം പ്രകാരം കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം 75.01 എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്. തൃശ്ശൂർ ജില്ലയിലെ ആകെ പോളിംഗ് 74.31%. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ 73.04% ഉണ്ട്. ഒല്ലൂരിൽ 77.08% ആകെ പോളിംഗ് നടന്നിരിക്കുന്നത്. പുതുക്കാട് 76.41% പോളിംഗ് നടന്നിട്ടുണ്ട്. ചാലക്കുടിയിൽ 73.12% പോളിംഗ് ഉണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ 74.64%. കൊടുങ്ങല്ലൂരിൽ 74.42%. കയ്പമംഗലത്ത് 71.21% പോളിംഗ് നടന്നിട്ടുണ്ട്. നാട്ടികയിൽ 71.99%. മണലൂരിൽ 71.27%. കഴിഞ്ഞ തവണയും 73%-ലധികം പോളിംഗ് നടന്ന നിയോജക മണ്ഡലം കൂടിയാണ് മണലൂർ. ഇക്കുറി അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഗുരുവായൂരിൽ ഇത്തവണ ഇതുവരെ 70.35% പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 68.46% പോളിംഗ്. കുന്നംകുളത്ത് 74.08% ഇപ്പോഴത്തെ പോളിംഗ് കണക്ക്. തീർച്ചയായും അത് വർദ്ധിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടിംഗ് ശതമാനം അത് കുന്നംകുളത്തും വർദ്ധിക്കും. വടക്കാഞ്ചേരിയിൽ 77.04% പോളിംഗ് നടന്നതായി മനസ്സിലാക്കുന്നു. ചേലക്കരയിൽ 75.27% പോളിംഗ്. ഈ SIR പരിഷ്കരണത്തിന് ശേഷം വ്യാപകമായി വോട്ടർമാർ ബൂത്തിലെത്തിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള വളരെ ഫലപ്രദമായ ആകർഷകമായ പ്രവർത്തനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുരാഷ്ട്രീയ ബോധത്തിലേക്ക് യുവാക്കളെല്ലാം വരുന്നതിന്റെ സൂചന കൂടിയാണ് ഉയർന്ന പോളിംഗ് ശതമാനം. അതിന്റെ ഒരു ആന്തരാർത്ഥം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഒരു ട്രെൻഡ്, ഏത് മുന്നണിക്ക് അനുകൂലമായിരിക്കും, അടിയൊഴുക്കുകൾ എങ്ങനെയായിരിക്കും എന്നെല്ലാം അറിയാൻ മെയ് 4 വരെ നാം കാത്തിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും പോളിംഗ് ശതമാനം അത് ഉയരുക തന്നെയാണ്. വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അതിന്റെ അന്തിമമായ കണക്കുകൾ തീർച്ചയായും ലഭിക്കും. കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം 70% പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അന്തിമമായ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഉൾപ്പെടെ ജില്ലകളിലെല്ലാം പൊതു പോളിംഗ് ശതമാനം ഉയർന്നിരിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 80% പിന്നിട്ട 4 മണ്ഡലങ്ങളുണ്ട്. കുന്നത്തനാട്, ചിറ്റൂർ, കുന്നമംഗലം, അരൂർ മണ്ഡലങ്ങളിൽ 80%-ലധികം പോളിംഗ് ഇപ്പോൾ തന്നെ ഉണ്ട്. പല മണ്ഡലങ്ങളിലും 80% അടുത്ത് പോളിംഗ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും 70% മുകളിലാണ് ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം. അന്തിമ കണക്ക് വരുമ്പോൾ ഇനിയും ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 16 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 23 ദിവസം മാത്രമേ പ്രചാരണം നടന്നിട്ടുള്ളൂ എങ്കിൽ പോലും അരയും തലയും മുറക്കി അതിനിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തി ആവേശത്തിന്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ ദിവസങ്ങളിലെല്ലാം സജീവമായി പ്രയത്നിച്ചതിന്റെ രാഷ്ട്രീയമായ നേട്ടം ആരാണ് കൊയ്യുക എന്നറിയാൻ ഇനി 1 മാസത്തോളം കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയിലും ഉദ്യോഗത്തിലും ഒക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം. രമ്യ, ജനാധിപത്യ ഉത്സവത്തിന് തിരശ്ശീല വീഴുകയാണ്.
6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഗേറ്റിന് ഉള്ളിൽ 6 മണിക്ക് മുൻപ് എത്തിയവർക്കെല്ലാം തന്നെ ടോക്കൺ കൊടുത്ത് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. പല ബൂത്തുകളിലും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇനി വോട്ട് രേഖപ്പെടുത്താനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മികച്ച പോളിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അവസാനം ലഭിക്കുന്ന വിവരം പ്രകാരം 75.1% പോളിംഗ്. അവസാന മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യമായിട്ടുള്ള പോളിംഗ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് നടന്നു. ഇത് രാഷ്ട്രീയ മുന്നണികൾക്ക് ഏത് തരത്തിൽ ഗുണകരമാകും എന്നുള്ള ഒരു ചർച്ചയാണ് വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. പോളിംഗ് ശതമാനം കൂടിയതും കുറഞ്ഞതും പല മുന്നണികൾക്കും പല തരത്തിലാണ് ബാധിക്കുക എന്നുള്ളതായിരുന്നു തുടർന്നു കൊണ്ടുവരുന്ന ഒരു വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ ആ സിറ്റുവേഷൻസ് എല്ലാം മാറിയിട്ടുണ്ട്. മുന്നണികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും മുന്നണികളും വിലയിരുത്തുന്നത്. എന്തായാലും അതിന് ഒരു മാസം കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കാൻ ഒരു മാസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. കേവലം 23 ദിവസമാണ് പ്രചരണ പ്രവർത്തനങ്ങളായിട്ട് സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം ഇറങ്ങി തിരിച്ചിരുന്നത്. എന്നാൽ ഈ 23 ദിവസത്തിനുള്ളിൽ തങ്ങളുടെ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് വിഷയം, അതുപോലെ തന്നെ ശബരിമല സ്വർണവുമായിട്ടുള്ള വിഷയം, ഡീൽ ആരോപണങ്ങൾ തുടങ്ങി വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ വരെ പല സ്ഥാനാർത്ഥികളും നേരിട്ടിട്ടുള്ള ഉത്സവത്തിന് സമാപനമാവുകയാണ്. ഇനി ഒരു കാത്തിരിപ്പാണ്. ജനങ്ങൾ ആർക്കൊപ്പം നിന്നു, ആരുടെ കൂടെയാണ് ജനങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത്, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് ഓരോ ജനങ്ങളും വിധി എഴുതിയിട്ടുള്ള ഒരു ദിവസമാണ്. തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഓരോ പൊതുജനവും ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നറിയാൻ ഒരു മാസം കൂടി കാത്തിരിക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ യുവാവിന് 6 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും ശിക്ഷ. തിരുവത്ര AC പടി മേപ്പുറത്ത് നിസാമുദ്ദീനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. 2023 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അതിജീവിതയെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ചാവക്കാട് പോലീസാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി. ലേസൺ ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ എ പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. നൂറ്റാണ്ടുകൾ കടന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമായി ആർത്താറ്റുപള്ളി. കേരള ക്രൈസ്തവ പൈതൃകത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായ കുന്നംകുളം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വ്യാപാര സാംസ്കാരിക കേന്ദ്രമായി വളർന്നത് വിശ്വാസ ചരിത്രവുമായി ചേർന്നതാണ്. ഈ പാരമ്പര്യത്തിന്റെ തുടക്കം മാർ തോമസ് ലീഹയുടെ ഭാരതത്തിലെത്തലുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ചാത്തുകുളങ്ങര പോലുള്ള പ്രദേശങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടതായി വിശ്വാസ പരമ്പര പറയുന്നു. പിന്നീട് വാസ്കോഡഗാമയുടെ കേരളത്തിലെത്തലോടെ പോർച്ചുഗീസ് സ്വാധീനം ശക്തമായി. മതപരമായ സംഘർഷങ്ങൾ ഉയർന്നു. ചാത്തുകുളങ്ങരയും സമീപ പ്രദേശങ്ങളും ആക്രമണത്തിനിരയായപ്പോൾ ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണങ്ങളിൽ പഴയ പള്ളികൾ നശിക്കുകയും വിശ്വാസികൾ കുടിയൊഴിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശക്തൻ തമ്പുരാൻ നൽകിയ സംരക്ഷണത്തോടെ കുടിയൊഴിഞ്ഞവർ കുന്നംകുളത്ത് വീണ്ടും താമസം ആരംഭിച്ചു.
ഇതിനിടെ 1653 നടന്ന കൂനൻ കുരിശ് സത്യം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ എടുത്ത ഈ സത്യത്തിന് പിന്നാലെ സഭ പുത്തൻ കൂട്ടുകാരും പഴയ കൂട്ടുകാരുമായി വിഭജിക്കപ്പെട്ടു. പുത്തൻ കൂട്ടുകാർ പാശ്ചാത്യ സിറിയൻ ആചാരങ്ങൾ സ്വീകരിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പോലുള്ള കേന്ദ്രങ്ങളെ ആധാരമാക്കി വളർന്നു. മറുവശത്ത് പഴയ കൂട്ടുകാർ കത്തോലിക്ക സഭയുമായി ചേർന്ന് കുരിശടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിലനിന്നു. സഭാ വിഭജനത്തിനു ശേഷം ആർത്താറ്റ് പള്ളി പുത്തൻ കൂട്ടുകാരുടെ പ്രധാന ആത്മീയ കേന്ദ്രമായി ശക്തിപ്പെട്ടു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നശിച്ച പള്ളി പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സിറിയൻ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ച ഈ പള്ളി പിന്നീട് നിരവധി ഇടവകകളുടെ മാതൃപള്ളിയായി മാറി. പള്ളിയിലെ വിശ്വാസപരമായ ആചാരങ്ങളിൽ പൊതു ഞായർ തിരുനാൾ പ്രധാന സ്ഥാനമാണ് കൈവരിക്കുന്നത്. ഈ ദിനത്തിൽ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തോമാസ് ലീഹ രക്തക്കുരിശ് വിശ്വാസികളുടെ പ്രത്യേക ആരാധനാ കേന്ദ്രമായി മാറുന്നു. ആർത്താറ്റ് ഈ കുന്നിൻ പ്രദേശത്ത് തോമാസ് ലീഹ വന്നതായും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായും നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവെന്നോണം പിന്നീട് ഈ കുന്നിൻ പ്രദേശത്ത് കാലികളെ മേയ്ക്കുന്ന സ്ത്രീകൾ അവരുടെ അരിവാള് മൂർച്ച കൂട്ടാനായി കല്ലിന്മേൽ ഉരയ്ക്കുകയും കല്ലിന്മേൽ രക്തം കുരിശാകൃതിയിൽ പൊടിയുകയും ചെയ്തു. ആ രക്തകുരിശുപാറയാണ് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മാർ തോമാസ് ലീഹായുടെ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ കുരിശ് നൂറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. അതേസമയം ആർത്താറ്റ് പള്ളിയോടനുബന്ധിച്ച് മ്യൂസിയം ഈ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവുകളെ സംരക്ഷിക്കുന്നു. പുരാതന രക്തക്കുരിശ്, ആരാധനോപകരണങ്ങൾ, ശിലാലിഖിതങ്ങൾ, ചരിത്രരേഖകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ശേഖരം കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആർത്താറ്റ് ദേവാലയത്തിൽ 2018 ചുഴലിക്കാറ്റിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതിന് ശേഷം സ്ഥാപിതമായതാണ് ഇവിടുത്തെ മ്യൂസിയം. ആർത്താറ്റിൻ്റെ പൗരാണികതയും ക്രൈസ്തവ വിശ്വാസത്തിലെ ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന വസ്തുതകൾ സൂക്ഷിക്കുകയും സന്ദർശകർക്ക് കാണാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൗരാണികതയും ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ മ്യൂസിയം സന്ദർശിക്കുന്നതും അതിലെ വസ്തുതകൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. വഴിപാടുകളും ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതയാണ്. നേർച്ചകൾ, മെഴുകുതിരി സമർപ്പണം, കുരിശ് നേർച്ച തുടങ്ങിയവയ്ക്കായി വിശ്വാസികൾ വലിയ തോതിൽ എത്തുന്നു. പ്രത്യേകിച്ച് പൊതു ഞായർ തിരുനാളിലും വിശുദ്ധ മാതാവിന്റെ പെരുന്നാളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ആർത്താറ്റ് പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശ്വാസവും പൈതൃകവും സംരക്ഷിച്ച് നിലകൊള്ളുന്ന ആർത്താറ്റ് പള്ളി ഇന്ന് കുന്നംകുളത്തിന്റെ ആത്മാവായി മാറിയിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമായി ഈ പള്ളി തുടരുകയാണ്. ചമ്മന്നൂർ മാഞ്ചിറയ്ക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നു. ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടുകൂടി വേല മഹോത്സവം ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 8:45 പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ കൊടിയേറ്റം നിർവഹിച്ചു. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി കരുമത്ര, ക്ഷേത്രം കോമരം റനീഷ് മാഞ്ചിറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഇനിയുള്ള 10 ദിവസങ്ങളിൽ രാവിലെ 8:45 മുതൽ 10 മണി വരെ നടക്കൽ പറവയ്പ്പിനു ശേഷം ദേശപ്പറയെടുക്കൽ ഉണ്ടായിരിക്കും. വീടുകളിൽ പറവയ്ക്കാൻ സാധിക്കാത്തവർക്ക് വേല ദിവസമായ 19-ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽ പറവയ്ക്കുവാനുള്ള സൗകര്യമൊരുക്കും. കൂടാതെ ദിവസവും രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടും, വൈകിട്ട് നിറമാലയുമുണ്ടാകും. ഇതേ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്ക് നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയോടുകൂടി സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഓഫീസിൽ മുൻകൂട്ടി അറിയിച്ചവർക്ക് മാത്രമാണ് സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകുക. ഏപ്രിൽ 15-ന് വിഷു ദിവസം വിഷുസദ്യയും, 18-ന് രാത്രി 7 മണിക്ക് മുകേഷ് സേവാസമിതി ചമ്മന്നൂർ ഒരുക്കുന്ന ഗാനമേളയും, 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്,
3:30 തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് 20ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരവും തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കുതിരയെഴുന്നള്ളിപ്പുണ്ടായിരിക്കും. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവ അരങ്ങേറും. 20 പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിനു ശേഷം ഗുരുതി തർപ്പണത്തോടുകൂടി നടയടയ്ക്കും. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിൽ സ്ഥാപിച്ച വിശുദ്ധ ഗീവർഗീസിന്റെ പുതിയ രൂപത്തിന്റെയും കുരിശടിയുടെയും ആശീർവാദം നടന്നു. ബുധനാഴ്ച വൈകിട്ട് നടന്ന ആശീർവാദ കർമ്മത്തിന് തൃശൂർ അതിരൂപത മെത്രോപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികനായി. പൊതുവണക്കത്തിനായി റോഡിനഭിമുഖമായി സ്ഥാപിച്ച വിശുദ്ധ ഗീവർഗീസിന്റെ പുതിയ രൂപത്തിന്റെയും കുരിശടിയുടെയും ആശീർവാദ കർമ്മത്തിൽ കൈക്കാരന്മാരായ കെ ആൻഡ്രൂസ്, ഫ്രാൻസോ ഫ്രാൻസിസ്, തിരുനാൾ ജനറൽ കൺവീനർ സണ്ണി വടക്കൻ, മറ്റ് കൺവീനർമാർ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേവാലയത്തിലെത്തിയ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രോപൊലീത്തയ്ക്ക് ഇടവക ജനങ്ങൾ ചേർന്ന് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് നടന്ന ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികനായി. ഇടവക വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, സാൻ ദാമിയാനോ കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്ത്, ഫാദർ ബിനോയ് കോതകുളത്ത് എന്നിവർ സഹകാർമ്മികരായി. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സഹായനിധിയിലേക്ക് 50 സാരി ഇടവകാംഗങ്ങൾ സംഭാവന ചെയ്തു. തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഏപ്രിൽ 10-നും കൂടുതുറക്കൽ ശുശ്രൂഷയും പ്രസുദേന്തിവാഴ്ചയും 11-ാം തീയതിയും നടക്കും. തുടർന്ന് വിവിധ യൂണിറ്റുകളിലേക്ക് അമ്പുകൾ വിതരണം ചെയ്യും. അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി വാദ്യവർണ്ണ വിസ്മയങ്ങളോടെ സമാപിക്കും. 12-ന് തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം, തുടർന്ന് ഫ്യൂഷൻ നൈറ്റും അരങ്ങേറും. 13-ാം തീയതി മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് വിതരണം നടത്തുന്നതിനുള്ള നേർച്ചയുടെ വെഞ്ചിരിപ്പ് നടന്നു. തിരുനാളിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്ന ഭക്തജനങ്ങൾ വിതരണം ചെയ്യുന്ന നേർച്ചയുടെ വെഞ്ചിരിപ്പാണ് വ്യാഴാഴ്ച നടന്നത്. രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ കാർമ്മികനായി വെഞ്ചിരിപ്പ് നടന്നു. അരി, അവിൽ, സ്വീറ്റ് മിക്സ്ചർ എന്നിവയാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തജനങ്ങൾക്ക് നേർച്ചയായി നൽകുന്നത്. വെഞ്ചിരിപ്പിനെ തുടർന്ന് ഇടവകയിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നേർച്ച സാധനങ്ങളുടെ പാക്കിംഗ് ആരംഭിച്ചു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് കെ സൈമൺ, CT സ്പാർട്ടക്സ്, തിരുനാൾ ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, നേർച്ച കൺവീനർ പ്രിൻസി ജോസഫ്, ജോയിന്റ് കൺവീനർ അൽഫോൺസ ഗ്രേസൺ, മീഡിയ കമ്മിറ്റി കൺവീനർ KC ജോൺസൺ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വെഞ്ചിരിപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 16ാം കേരള നിയമസഭയിലേക്കുള്ള ജനവിധി അവസാന മണിക്കൂറിൽ. പോളിംഗ് 60% പിന്നിട്ടു. രാവിലെ മുതൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക്. അനിഷ്ട സംഭവങ്ങളില്ല. പലയിടത്തും യന്ത്രത്തകരാർ. വോട്ടെടുപ്പിൽ പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. വിജയം ഉറപ്പെന്ന് പ്രതികരണം. പോളിംഗ് ശതമാനം അന്തിമമാകുന്നതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.